കുറെ പേര് എന്നെ BJP എന്നുള്ള രീതിയിൽ മുദ്രകുത്തി. ഞാൻ സത്യം പറഞ്ഞാൽ പൊളിറ്റിക്സിൽ ഇല്ലാത്ത ഒരാളാണ്. ഇപ്പൊ നാളെ ഇപ്പോ LDFന്റെ ഒരു പരസ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ അഭിനയിക്കും. വിയാൻ നല്ലൊരു അഭിനേതാവാണ്, നല്ലൊരു ഗായകനാണ്, മിമിക്രിക്കാരനാണ്. നമുക്ക് ഒരു പാട്ടിൽ നിന്ന് തുടങ്ങിയാലോ? സന്തോഷം. പാർവണങ്ങൾ തേടും വനചന്ദ്രകാന്തിൽ സോമം പോൽ പകരു നിൻരാഗോന്മാദം മഞ്ഞണിഞ്ഞൊരീ ഗന്ധമാതരം തളിരിടും മതമാകുവാൻ മഴവിൽ തേരിറങ്ങി ഞാൻ ദേവി ആത്മരാഗമേകാം കന്യാവനിയിൽ സുഖദം കളഗാനം പകരാനണയൂ ഗന്ധർവ വീണയാകൂ നീ ദേവി. താങ്ക് യു. നൃത്തവും സംഗീതവും ഒക്കെ പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ എവിടെയോ വായിച്ചതായി ഓർക്കുന്നു. പക്ഷെ സ്റ്റേജ് പെർഫോം ചെയ്യുന്നതായി കണ്ടിട്ടില്ല. എന്താണ് അതിന്റെ ഒരു കാരണം? അല്ല, സ്റ്റേജ് പെർഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ വിളിക്കണ്ടേ? പല പല സിറ്റുവേഷനുകളിൽ ഇപ്പൊ ഞാൻ കൂടുതലും സിനിമ റിലേറ്റ് ചെയ്തിട്ടൊക്കെ പോകുന്ന സമയത്ത് ഇപ്പൊ എന്റെ ഒരു കാറ്റഗറി ആർട്ടിസ്റ്റുകൾക്ക് ഒരു പരിധിയിൽ കൂടുതൽ സംസാരിക്കാൻ തന്നെ സ്റ്റേജുകൾ കിട്ടാറില്ല. ഇപ്പൊ റീസെന്റ് തന്നെ നമ്മൾ പോയി പങ്കെടുത്ത ഫംഗ്ഷനുകളിൽ തന്നെ നമുക്ക് അവിടെ ലിമിറ്റഡ് ടൈം ആയിരിക്കും നമുക്ക് കിട്ടുക. പിന്നെ അതിനകത്തൊരു പാട്ട് അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് അതിനുള്ളൊരു സമയം ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ ഒരു സമയം വരും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സിനിമയിലെ ഈ ഫൈറ്റ് രംഗങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെ തന്മയത്വമായി അഭിനയിക്കുന്നതാണ്. ഗുസ്തി പഠിച്ചിട്ടുണ്ട്? ഇല്ല, ഗുസ്തി പഠിച്ചില്ല, കരാട്ടെ പഠിച്ചിട്ടുണ്ട്. അല്ല, എൻ്റെ ഒരു കരിയർ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സ്വന്തമായിട്ട് തന്നെ ഞാൻ ഡെവലപ്പ് ചെയ്തിട്ട് വന്നൊരു കരിയർ ഡിസൈനാണ്. കാരണം എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാനൊരു അധ്യാപകനാകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അവരുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഞാൻ അധ്യാപകനായി. ഒരു കോളേജിൽ ഇവിടെ വടക്കഞ്ചേരിയിലുള്ള IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഓഡിയോ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തു. പക്ഷെ അതിനെല്ലാം മുൻപ് തന്നെ എൻ്റെ ഉള്ളിൽ സിനിമയാണ്. അതായത് അറൗണ്ട് ഒരു 4th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോൾ തൊട്ട് തന്നെ ഒരു സിനിമാ നടനാവണം എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ഇതുപോലുള്ള സ്പോർട്സ് ഐറ്റംസ് കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. പിന്നെ ഒരു 10th ഒക്കെ കഴിഞ്ഞതിന് ശേഷം കരാട്ടെ അഭ്യസിച്ചു. അറൗണ്ട് ഒരു 11-11.5 വർഷക്കാലം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കരാട്ടെ പ്രാക്ടീസ് ചെയ്തിരുന്നു. പക്ഷെ അന്നൊക്കെ നമ്മുടെ ഉള്ളിൽ ഇതിന്റെ ഒരു അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സിനിമ തന്നെയായിരുന്നു. സിനിമയിലുള്ള സ്റ്റണ്ട് സീനുകളിലൊക്കെ എന്റെ മനസ്സിൽ ഞാൻ ചിന്തിച്ചിരുന്നത് ഇതുപോലുള്ള അഭ്യാസികൾക്ക് മാത്രമാണ് നന്നായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് ഞാൻ ചിന്തിച്ചതുകൊണ്ടാണ് അന്നത് പഠിച്ചത്. ഈ പറഞ്ഞതുപോലെ മണ്ടത്തരമാണ്, അങ്ങനൊന്നുമില്ല. ഒരു നല്ലൊരു ഫൈറ്റ് മാസ്റ്റർ ആണ് ശരിക്കും പറഞ്ഞ ഒരു ഫൈറ്റർ എന്താ പറയാ ബിൽഡ് ചെയ്ത് വരുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് ആദ്യത്തെ സിനിമയിൽ തന്നെ ഡ്യൂപ്പ് ഒന്നും ഇല്ലാതെ ഫൈറ്റ് ചെയ്യാൻ പറ്റിയത് എന്റെ വലിയൊരു ഭാഗ്യമാണ്. അതുപോലെ റീസെന്റ് ഉള്ള തമിഴ് സിനിമയിലാണെന്നുണ്ടെങ്കിലും അവരെ ഞാൻ അധികം ബുദ്ധിമുട്ടിച്ചിട്ടില്ല. കാരണം അവർ പറയുന്ന സീക്വൻസുകൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ ശരീരവും മനസ്സും പാകപ്പെടുത്തിയെടുത്തത് നമ്മളെ ചെറുപ്പത്തിലുള്ള ഈ ഒരു ട്രെയിനിങ് കൊണ്ടായിരുന്നു. അല്ല, വിവിധ കലാരൂപങ്ങൾ ചേരുന്ന ഒരു സംഗതിയാണ് സിനിമ. അതെ, ഇതെല്ലാം അതിന്റെ ഭാഗമാണ്. അതെ അതെ അത് തന്നെ. അപ്പൊ നേരത്തെ മുതലുള്ള ഒരു തയ്യാറെടുപ്പ് ഉണ്ടായിരുന്നു? ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. അതായത് ഞാൻ നന്നായിട്ട് സ്വപ്നം കാണുന്ന ഒരാളാണ്. എന്റെ നാട്ടിലിപ്പോ അഞ്ജു ചേട്ടൻ വന്നു കഴിഞ്ഞാൽ പറയും ഇവിടെ നിന്ന് ഒരുത്തൻ സിനിമയിലോ എന്ന് ചിന്തിക്കും. കാരണം അതൊരു ഉൾപ്രദേശമാണ്. അവിടെ എല്ലാവരും കൃഷിക്കാരും അങ്ങനെ ഒരു സാധാരണ രീതിയിലുള്ള ജീവിതം ഉള്ള ആളുകളാണ്. പക്ഷെ അവിടെ നിന്ന് സിനിമയിലേക്ക് എത്തുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിട്ട് വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു. പക്ഷെ എന്റെ ഉള്ളിൽ അന്നും ഉണ്ടായിരുന്നു. എന്റെ ഒരു സുഹൃത്തുണ്ട്, മിസ്റ്റർ സന്തോഷ് എന്ന് പറയും. പുള്ളി ഒരു ഫോട്ടോഗ്രാഫറാണ്. എന്നെ വെച്ചിട്ടാണ് പുള്ളി ഫോട്ടോഗ്രാഫി പഠിച്ചത് തന്നെ. കാരണം ഒരുപാട് ഞങ്ങൾ ട്രാവൽ ചെയ്യും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കുറെ ഫോട്ടോസ് എടുക്കും. അപ്പൊ എനിക്കും ഇമ്പ്രൂവ് ചെയ്യാനും പല പോസുകളിൽ നമ്മൾ പോസ് ചെയ്യുമ്പോഴും കാര്യങ്ങളും അതിന്റെ ആ ഒരു
നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റുഡിയോയിൽ നിന്നൊക്കെയാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മുടെ ആ സ്റ്റുഡിയോയിലെ പരസ്യം ഞാനാണ്. പാലക്കാട് തന്നെ. പാലക്കാട് തന്നെ. അതെ. മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ള ഒരാളാണ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആണ്, പ്രൊഫസറാണ്. ഈ ക്യാമ്പസ് കാലം എങ്ങനെയാണ്? ക്യാമ്പസ് കാലം എല്ലാവരെയും പോലെ തന്നെ ഭയങ്കര മനോഹരമായിട്ടൊരു ക്യാമ്പസ് കാലമായിരുന്നു. അത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ നാട്ടിൽ തന്നെയുള്ള കോളേജിലാണ് പഠിച്ചത്. ഈ പറഞ്ഞ പോലെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടില്ല. അത് മാത്രമല്ല, ഞാൻ വളരെ എന്താ പറയുക, ഇച്ചിരി ഹോം സിക്നെസ് ഒക്കെ ഉള്ള കൂട്ടത്തിലായിരുന്നു. എൻ്റെ ഫാമിലിയോട് ഞാൻ ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. അപ്പം എനിക്ക് രാവിലെ പോയി കഴിഞ്ഞാൽ വൈകിട്ട് എൻ്റെ വീട്ടിൽ വരണം, വീട്ടിൽ നിന്നുള്ള ഭക്ഷണം കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളായിരുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ കോളേജ് കാലഘട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ കലാപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ മുന്നേറാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ റിയാലിറ്റി ഷോ പങ്കെടുത്തത് കോളേജിൽ പഠിക്കുമ്പോഴാണ്. പിന്നെ ആദ്യത്തെ മിസ്റ്റർ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവാർഡ് നെഹ്റു ഗ്രൂപ്പിന്റെ കിട്ടിയത് ആ സമയത്താണ്. അതെല്ലാം എൻ്റെ കരിയറിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ്. കാരണം ഒരു സ്റ്റാർട്ടിങ് കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് ഭാവിയിലേക്ക് കരിയർ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ നിന്നാണ് നല്ലൊരു സ്റ്റാർട്ടാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ആ ഒരു സമയത്ത് തന്നെയാണ് ഈ കരാട്ടെ എനിക്ക് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. 2008 എനിക്ക് കിട്ടിയത്. അപ്പോൾ അതിനോടൊപ്പം റേഡിയോ മാംഗോ നടത്തിയ RJ ഫ്രീക്കോട്ടിലെ വിന്നറായിരുന്നു. അങ്ങനെ എല്ലാ മേഖലകളും ഞാൻ ഒഴിവാക്കാറില്ല, ഒന്നും വിടാറില്ല. കാരണം നമ്മളെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയണം. ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് പോയി ഞാൻ തോറ്റുപോയി കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും അതിനകത്ത് സങ്കടപ്പെടില്ല. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് എന്താ, നമ്മളെക്കാട്ടിലും അതിൽ ടാലന്റഡ് ആയിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ട്. അപ്പൊ അവരുടെ ലെവലിലേക്ക് എത്താൻ ഞാൻ എത്ര എഫേർട്ട് ഇടണം, എത്ര കഷ്ടപ്പെടണം എന്നുള്ള ഒരു ലെവലാണ് എന്റെ മനസ്സിൽ ഞാൻ ചിന്തിക്കുക. ഞാനിപ്പോ മോദിജിയുടെ 75th ബർത്ത്ഡേയുടെ ഒരു സോങ് ചെയ്തിരുന്നു. അപ്പൊ കുറെ പേര് എന്നെ BJP എന്നുള്ള രീതിയിൽ മുദ്രകുത്തി. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പൊളിറ്റിക്സിൽ ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ ഇങ്ങനെ ഒരു മുദ്രകുത്തിൽ കിട്ടിക്കഴിഞ്ഞപ്പോ ഞാൻ ചിന്തിച്ചു, എനിക്ക് എന്തുകൊണ്ട് പൊളിറ്റിക്സിൽ ഇറങ്ങിക്കൂടാ. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോ നാളെ ഒരു പക്ഷെ പൊളിറ്റിക്സിൽ ഇറങ്ങില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെ ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ ഇപ്പൊ നാളെ ഇപ്പോ LDFന്റെ ഒരു പരസ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ അഭിനയിക്കും. തീർച്ചയായും ഒരു കലാകാരന്റെ ഐഡന്റിറ്റി അങ്ങനെയൊക്കെയാണല്ലോ തെളിവ്. അതെ, അതുകൊണ്ട് കുറെ പേര് അതിനകത്ത് നീ അഭിനയിച്ചല്ലേ. എനിക്ക് എന്റെ ഫാമിലി ഉണ്ട്, എനിക്ക് അവരെ നോക്കണം. ഞാൻ മറ്റേ പലചരക്കടയിൽ ചെന്നിട്ട് പറയാൻ പറ്റില്ല ഞാൻ അഭിനേതാവാണ്, ഞാനിപ്പോ വേറെ ഒന്നും ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് എന്റെ ഇൻകം എനിക്ക് നോക്കണം. പിന്നെ തീർച്ചയായും അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള മേഖലയിൽ ഞാൻ അഭിനയിക്കണം. അപ്പൊ റീസെന്റ് അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ടായെന്ന് ഞാൻ പറയാണ്. അപ്പൊ ഇതാണ് എന്റെ ആറ്റിറ്റ്യൂഡ്. ഏത് നിമിഷം എന്ത് സംഭവം. ഈ വിദ്യാർത്ഥി ആയിരുന്നപ്പോ ഒരു കാലമുണ്ട്, അതെ, അത് കഴിഞ്ഞ് അസിസ്റ്റന്റ് പ്രൊഫസറായി, അതെ, അപ്പൊ മറ്റൊരു കാലമുണ്ട്. ഈ രണ്ടും തമ്മിൽ എങ്ങനെ? ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ബെസ്റ്റ് സ്റ്റുഡന്റ് ഒന്നും ആയിരുന്നില്ല. ഞാനൊരു നോർമൽ സ്റ്റുഡന്റ് ആയിരുന്നു. ഞാൻ ഒരിക്കലും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനോടുള്ള പാഷൻ കൊണ്ടോ ഇഷ്ടം കൊണ്ടോ എടുത്ത ഒരാളല്ല. എൻ്റെ അടുത്ത കോളേജിൽ ഏതാണ് കോഴ്സ്, ഞാൻ അങ്ങനെ പോയി ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ പെർഫോം ചെയ്തത് അവിടെ ഒരു കലാകാരനായിട്ടാണ് പെർഫോം ചെയ്തത്. അവിടെയുള്ള ഒരു നല്ലൊരു പാട്ടുകാരനായിരുന്നു, നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു, നല്ലൊരു ഡാൻസർ ആയിരുന്നു. അപ്പൊ അതെല്ലാം എൻ്റെ ഉള്ളിലെ കലാകാരനെയാണ് അവിടെ ഞാൻ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചത്. ഒരിക്കലും ഈ പറഞ്ഞ പോലെ അക്കാദമിക്കലി അല്ല. ഒരു വിദ്യാർത്ഥി ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ എൻജോയ്മെന്റ്സും ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ ആ ഒരു 3 വർഷക്കാലം അല്ലെങ്കിൽ ഡിഗ്രി കാലഘട്ടം എന്ന് പറയുന്നത് എൻ്റെ ജൂനിയേഴ്സിനും സീനിയേഴ്സിനും സൂപ്പർ സീനിയേഴ്സിനും വരെ നമ്മൾ ഭയങ്കര കാര്യമാണ്. ഇപ്പോഴും അതെ, ഇപ്പോഴും അവരുടെ അടുത്ത് അത്രയും ഒരു ഫ്രണ്ട്ലിയാണ്. കാരണം നമ്മളൊരു ഒരു മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അല്ലാതെ നമ്മൾ രാവിലെ പോകുന്നു, പഠിക്കുന്നു, വരുന്നു എന്നുള്ള പരിപാടിയല്ല. വേറെ ചോദ്യമുണ്ട്, കുരുത്തക്കേടും ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എന്തായാലും ഒരു ചെറിയൊരു കുരുത്തക്കേട് പറയാം. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. അപ്പൊ അവൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പിശുക്കനാണ്. പിശുക്കൻ എന്ന് പറഞ്ഞാല് 1 രൂപ അവൻ ഒരാൾക്ക് വേണ്ടി ചെലവാക്കാത്ത ഒരാളാണ്. അപ്പൊ ഫൈനൽ ഇയർ പഠിക്കുന്ന സമയം ഇവന് MBA അഡ്മിഷൻ കിട്ടി. അപ്പൊ പറഞ്ഞു, നിന്റെ വക ട്രീറ്റ് വേണം. കാരണം വേറെ ആരും MBAക്ക് നോക്കിയിട്ടില്ല. അപ്പൊ പുള്ളിയുടെ ട്രീറ്റ് ആണെന്ന് പറഞ്ഞിട്ട് പുള്ളി ഞങ്ങളെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഭക്ഷണം ഒന്നും വാങ്ങിത്തരില്ല, കള്ള് വാങ്ങിത്തരാന്ന്. അപ്പൊ നേരെ അടുത്ത് നല്ലൊരു ഷാപ്പുണ്ട്. ഞങ്ങളുടെ ഈ പാലക്കാട്ടിലൊരു ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കള്ള് ഷാപ്പുകളും നല്ല ശുദ്ധമായിട്ടുള്ള കള്ളുകളും കിട്ടുന്ന സ്ഥലമാണ്. അപ്പൊ അങ്ങനെ ഞങ്ങളൊരു 9 പേര് നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടി ഒരു ഷാപ്പിൽ പോവാണ്. അപ്പൊ ഈ ഷാപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ്. ആ കള്ള് എന്നൊക്കെ പറഞ്ഞാൽ മധുരക്കള്ള്. അങ്ങനെ യൂണിഫോം ഇട്ടിട്ടാണ് പോകണമെന്ന് ആലോചിച്ച് നോക്കണം. ഞങ്ങൾക്ക് യൂണിഫോം ഉണ്ട്, ഒരു വൈറ്റ് ഷർട്ടും കോളേജിന്റെ. അപ്പൊ ഇവന്റെ ചെലവാണല്ലോ, ഇത് വിട്ട് കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങ് പോവാണ്. കള്ളധികം ഒന്നും കുടിച്ചില്ല, കാരണം തിരിച്ച് ഓഫീസിൽ വരണ്ടല്ലോ. അപ്പൊ ഒരു ഗ്ലാസോ എന്താ എല്ലാവരും വന്ന് അവന്റെ ഒരു ട്രീറ്റ് എന്നുള്ള രീതിയിൽ നല്ല പോലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്
തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴുണ്ട് ഇതിനകത്ത് ഇത് ജീവിതത്തിൽ പോലും കള്ളു കുടിക്കാത്തൊരു പയ്യനുണ്ടായിരുന്നു. ഇവൻ ഇത് കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവൻ വിചാരിച്ചു ഇതാണ് ഭയങ്കര മപ്പായി എന്നുള്ള രീതിയിൽ പുള്ളിയെ ആക്ട് ചെയ്ത് തുടങ്ങി. അങ്ങനെ അവസാനം ഒരു സാറ് ഞങ്ങളെ പിടിച്ചു. ഇവനെ പൊക്കിയപ്പോഴുണ്ട് ബാക്കി 8 പേരെയും പേര് ഇവൻ തന്നെ പറഞ്ഞു കൊടുത്ത് അവസാനം പ്രിൻസിപ്പളിന്റെ മുന്നിൽ കൊണ്ട് നിർത്തി. അവസാനം പ്രിൻസിപ്പൾ പറഞ്ഞു നിങ്ങൾ ചെയ്തത് ഇത് ഭയങ്കര തെറ്റാണ്. അന്ന് എന്ന് പറഞ്ഞാൽ പേടിച്ചിട്ട് ഒരു രക്ഷയില്ല. അങ്ങനെ കോളേജിനെ പുറത്ത് നിൽക്കാൻ പറഞ്ഞു. ഇനി നാളെ തൊട്ട് നിങ്ങൾ ഒരാളും കോളേജിൽ കയറണ്ട. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി 8 പേരും 8 പേരും ഞങ്ങൾ പുറത്ത് നിൽക്കുമ്പോൾ ശപഥം ചെയ്യണം എല്ലാവരും, നമ്മളാരും വീട്ടിൽ നിന്ന് ആളെ കൊണ്ടുവന്നിട്ട് കയറ്റാൻ പാടില്ല. ഇത് നമ്മുടെ സുഹൃത്ത് ബന്ധമാണ് വലുതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭീഷ്മ പ്രതിജ്ഞയൊക്കെ ചെയ്തപ്പോഴുണ്ട്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരുത്തന്റെ അമ്മയും സിസ്റ്ററും കൂടെ വന്നിട്ട് അവനുള്ളിൽ കയറി. അങ്ങനെ അവസാനം വരുമ്പോണ്ട് ഞാനും ഉണ്ട്, എന്റെ വേറൊരു സുഹൃത്തും ഉണ്ട്. അപ്പൊ എന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഭയങ്കര, അതായത് എന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അച്ഛൻ തന്നെ പറയും നിനക്ക് ഇനിയിപ്പോ മദ്യപിക്കണം തോന്നിയാൽ നീ മദ്യപിക്കണം, അത് ഈ വീട്ടിലിരുന്നിട്ട്. ഇനിയിപ്പോ നിനക്ക് സിഗരറ്റ് വലിക്കണോ നീ സിഗരറ്റ് വലിച്ചോ ഇവിടെ. എന്റെ ഈ ഇതിന് നാളെ ഒരാൾ പറഞ്ഞിട്ട് ഞാനിത് അറിയരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എന്റെ അച്ഛൻ. ഇത് ഇങ്ങനൊരു സംഭവം എനിക്ക് വീട്ടിൽ പറയാൻ പറ്റില്ല. അച്ഛാ ഞങ്ങൾ ഷാപ്പിൽ പോയതിന് കോളേജിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയാൻ പറ്റില്ല. അവസാനം എനിക്ക് പറയേണ്ടി വന്നു. അച്ഛൻ കോളേജിൽ വന്നപ്പോഴുണ്ട് അറിയാലോ, സ്വാഭാവികമായിട്ട് ഭയങ്കര ഒരു ട്രാജഡി, ഒരു ഫീൽ ആയിരുന്നു അവിടെ. പക്ഷെ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ഒരു സുഹൃത്ത് ബന്ധമാണ് വലുത്. ഫാമിലിയെക്കാട്ടിലും നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ഭയങ്കര സുഹൃത്തുക്കളാണ് നമ്മളുടെ കൂടെ. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഫീൽ ചെയ്തതെന്താ വെച്ചാൽ ഈ എന്റെ അച്ഛൻ വരുന്നതിന് തൊട്ട് മുൻപ് വന്നിട്ടുള്ള ഫാമിലി മുഴുവൻ പറഞ്ഞിട്ട് പോയത് എന്റെ പേരാ. കാരണം ഞാൻ ആ ലോക്കൽ ആ നാട്ടിൽ തന്നെ ഉള്ളതാണ്. അപ്പൊ ഞാനാണ് ഇവരെ കൊണ്ടുപോയത് എന്നുള്ളൊരു ട്രാക്ക്, അതായത് എന്റെ തലയിൽ ഇട്ടിട്ട് അവരെല്ലാവരും കൈ കഴുകി എന്നുള്ളതാണ്. അതെന്റെ സുഹൃത്തുക്കൾ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ജൂനിയേഴ്സ് ഇപ്പൊ കുട്ടികളും എല്ലാവരും ഉണ്ട്. അപ്പൊ അവര് നമ്മളെ പോലെ പണ്ടത്തെ കള്ളിലേക്കല്ല അപ്പൊ പോകുന്നത്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ വലിയ വലിയ രാഷ്ട്രീയത്തിലേക്കാണ്. അതുകൊണ്ട് അതിലേക്കൊന്നും പോരുത്. നമ്മളെപ്പോഴും നമ്മുടെ ഫാമിലിയുടെ അടുത്ത് തുറന്നു പറയാൻ പറ്റുന്ന രീതിയിലുള്ള തെറ്റുകൾ ചെയ്യുക. ഇപ്പോഴും പാലക്കാട് നല്ല കള്ള് കിട്ടും, നല്ല സൂപ്പർ കള്ള് കിട്ടും. ഒരു ദിവസം വരും നിങ്ങളെല്ലാവരും. നല്ല ഞങ്ങളെ നാട്ടിൽ നല്ല ഇങ്ങോട്ടൊക്കെ വരുന്നത്. അല്ല നമ്മുടെ വീട്ടിലാണെങ്കിലും അതെ, ഞങ്ങള് അടുത്ത് ഞങ്ങൾക്ക് ചെറിയൊരു തെങ്ങിൻ തോട്ടമൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ നിന്നാണെങ്കിലും ഇറക്കുന്നത് ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും ടേസ്റ്റ് ഒക്കെ ചെയ്ത് ഞങ്ങൾ അപ്പമൊക്കെ ഉണ്ടാക്കി. ഞങ്ങൾക്ക് ഇതൊരു വലിയൊരു ലഹരിയായിട്ട് നമ്മളെ ആ നാട്ടിൽ അങ്ങനെ അധികം ആരും കണ്ടിട്ടില്ല. ഇത് പാഷനായിട്ടുള്ള എത്രയോ ആളുകൾ ഉണ്ടാവും. അത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പയ്യന്റെ ചാൻസ് ഞാൻ കളഞ്ഞതല്ലേ ചെയ്ത്.